കല്യാണം. അതായത് അതെ, ഇനി പ്രേമിച്ച് മറ്റേ ലിവിങ് ടുഗെദർ ടെസ്റ്റ് ഒക്കെ നടത്തി അതിലിനി ഓക്കെ ആണോ അല്ലയോ എന്നാണ്. അതിനൊന്നും എനിക്ക് വയ്യ. ഞാൻ ആ ഒരു ടൈമൊക്കെ പോയി. കൊച്ചിന് വയസ്സ് 13 ഇല്ല, എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എനിക്ക്. ഇനി എനിക്ക് സത്യം പറഞ്ഞ എനിക്കിത് 2 മുന്നേ ഞാൻ 2-3 വർഷമായിട്ട് എനിക്ക് ഈ ഒരു തോട്ട് ഉണ്ട്, ലൈക്ക് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എന്നുള്ളത്. അപ്പൊ ഇപ്പം കുറച്ച് വീട്ടുകാരും ഒക്കെ അവരും ഫ്രണ്ട്സും ഒക്കെ അവർക്കൊക്കെ ഇങ്ങനെ അവരിങ്ങനെ മറ്റേത് അവരിതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ദാറ്റ് സെറ്റിൽ ആവുക അങ്ങനെയൊന്നും. പക്ഷെ ഇപ്പൊ അവർക്കും ദേ വോണ്ട് ടു സീ മീ സെറ്റിൽ ഡൗൺ ആസ് എ ഫാമിലി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരുമില്ല സിംഗിളായിട്ട്, എല്ലാവരും അവർ അപ്ന ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട്. അപ്പം നമ്മളൊരു ഗെറ്റ് ടുഗെദറൊക്കെ വരുമ്പോൾ അടിപൊളി, എല്ലാവരും ഹസ്ബൻഡും അത് പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പം അവർക്കൊരു ഈ കൊച്ചു മാത്രം എന്തെങ്ങനെ നടക്കണം, അതായത് അങ്ങനെയല്ലല്ലോ അത്. ആൻഡ് ഐ ബിലീവ് ഞാൻ എനിക്ക് കുറച്ച് ഫാമിലിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഇല്ലാത്ത ലേഡീസും ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ ദേഴ്സ് എൻ ആണ്ട്, എനിക്ക് ഒരു വല്യമ്മയുണ്ട്. വല്യമ്മ അടിപൊളിയാണ്. വല്യമ്മ സൂപ്പർ സിംഗിൾ മദറായിരുന്നു. അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു. ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അവർ സെപ്പറേറ്റഡായി ഡിവോഴ്സ്ഡായി. അവർ മകനെ പിന്നെ അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവർക്കൊരു റിലേഷൻഷിപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ കിഡിലും ഒരു അമ്മയായിരുന്നു. ഷീ വാസ് എ വെരി ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. നല്ല രീതിയിൽ നല്ലൊരു റെപ്യൂട്ടേഷനോടുകൂടി സൊസൈറ്റിയിൽ ജീവിച്ച ഒരു ലേഡിയാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ട് അത് ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. വി വേർ എ ജോയിൻറ്റ് ഫാമിലി. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അറിയുകയും ചെയ്യാം കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു ഫാമിലി തന്നെയായിരുന്നു. അപ്പം അവിടെ ഒരു ഫാമിലിയുടെ കുറവൊന്നും അറിയില്ല. എന്നാൽ പോലും പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ഈ പറയുന്ന പോലെ ഐ ആം സംവൺ ഹൂ ലവ്സ് ടു ബി ഇൻ എ കമ്പാനിയൻഷിപ്പിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവർക്കും ഓരോരോ പേഴ്സണാലിറ്റീസ് അല്ലേ. ഇനിയൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ മോളുടെ ഒരു അഭിപ്രായം, മോൾ എന്താണ് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ? അവൾക്ക് ഇഷ്ടം, അവൾക്ക് അമ്മ ഇനിയൊരു കാരണം അവളുടെ ഫാദർ കല്യാണം കഴിച്ചു, ആള് മാരീഡ് ആണ്. അപ്പം ആൾക്ക് ഒരു വൈഫുണ്ട്, ഒരു കുട്ടിയായി, ഇപ്പോൾ ഒരു കുഞ്ഞു ബേബിയായി. അവളുടെ ബേബി ബ്രദറാണ്. അപ്പം അവൾ നോക്കുമ്പം അച്ഛൻ അങ്ങനെ ഭയങ്കര വേറെ കല്യാണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ്, അതായത് അമ്മയും ഒരു കല്യാണം കഴിച്ച് നമ്മളും ഒരു ഫാമിലി ആയിട്ട് പോയാൽ അതും നല്ലതല്ലേ എന്നുള്ള ഒരു തോട്ടൊക്കെ അവൾക്കും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഓക്കെയാണ്. അവൾ പറയുന്നത് യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് യു ഗോ അഹെഡ്, ഐ എം ഹാപ്പി ഫോർ യു. തംസപ്പാണ് അവളുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കിടയിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാനും മോളും ആണോ? അല്ല, അടുത്തൊരു ഫാമിലിയെ പറ്റി എക്സ് ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു? ഐ മീൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും? അല്ല, ഞങ്ങളത് അങ്ങനെ ഭയങ്കര ഡീപ്പ് കോൺവെർസേഷൻസ് ഒന്നും ചെയ്യുന്ന ആളല്ല. ഞങ്ങള് മോസ്റ്റ്ലി ഇപ്പൊ പ്രത്യേകിച്ച് മുമ്പ് പിന്നെയും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അത് ഒരു വലിയൊരു ഇതിലേക്ക് ലിമിറ്റ് ഡൗൺ ആയി. കാരണം ഞാൻ ഈ പറയുന്ന പോലെ പുള്ളിക്കാരിയും കൂടി കൺസിഡർ ചെയ്യണമല്ലോ. ഷീ ഷുഡൻ ബി അൺകംഫർട്ടബിൾ ദാറ്റ് ഹീ സ്റ്റിൽ വെരി ക്ലോസ്ലി ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ, എക്സ് വൈഫ് എന്നുള്ളൊരു സാധനം അവർക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഖുഷിയുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഖുഷിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഖുഷിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം കൂടുതലും സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഒരു കാര്യത്തിൽ ഇപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും സൗഹൃദത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നിങ്ങളെന്താ എന്നെ മനസ്സിലാക്കാത്തത്, എൻ്റെ ഭാഗത്ത് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ആരും അങ്ങനെ തന്നെയാണോ, അതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട്? ഞാൻ എപ്പോഴും രണ്ട് സൈഡും കേൾക്കുന്ന ആളാണ്. ആസ് ഫാർ ആസ് ബോത്ത് ദ പാർട്ടീസ് ആർ റെഡി ടു ടോക്ക് ടു മീ. അല്ല, ഞാൻ ആരുടെ അല്ല, നമ്മളെപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കേൾക്കണമല്ലോ, എന്തൊക്കെ സംഭവിച്ചാലും. അങ്ങനെ കേൾക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒബ്വിയസ്ലി നമ്മൾ ഇപ്പം എന്ത് തന്നെ, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലായാലും നമ്മൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളും നമുക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ അവരുടെ സൈഡും
കേൾക്കണം അവരുടെ സൈഡിലും, എന്നിട്ട് രണ്ടും കൂടി നോക്കിയിട്ട് എവിടെയാണ് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് സോൾവ് ചെയ്യുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് രണ്ടും കേട്ടിട്ട് എങ്ങനെ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പൊതുവെ ശ്രമിക്കാറുള്ള കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളെ വേണ്ട വെച്ചിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ അയാളെ നമ്മൾ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ബിക്കോസ് അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോയത്. അയാൾക്ക് നമ്മളോട് സംസാരിക്കാനും താല്പര്യമില്ല, അയാളുടെ സൈഡ് പറയാനും താല്പര്യമില്ല, ആ ഒരു റിലേഷനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹവും അയക്കില്ല. അത് എന്ത് തന്നെ റിലേഷനും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോയത്. വിട്ടേക്കുക, അത്രേ ഉള്ളൂ.